Hey my beautiful, welcome back to my channel. Their current feelings for you. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി അവരുടെ കറന്റ് ഫീലിങ്സ് എന്താണ് അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, എങ്ങനെയാണ് അവർ നിങ്ങളെ ഫീൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ ഗൈസ്, ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മെസ്സേജ്. സോ നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഇറ്റ്സ് നോട്ട് ഫോർ സംവൺ ഹു ഹേർട്ട് യു, ബിട്രേഡ് യു. ഈ വീഡിയോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആളുകൾക്കോ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കോ ഒന്നും വേണ്ടിയിട്ടുള്ളതല്ല. സോ നിങ്ങൾക്കറിയാം ചില ആളുകളായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കേൾക്കുക. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ്? ഓക്കെ, സോ പ്രോബബ്ലി അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് അല്ല നിങ്ങളുടെ അടുത്ത് ഈ ഒരു സമയത്ത് അവർ കാണിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ഫീലിങ്സ് അവർ ഒരുപാട് ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈ ഒരു സമയത്ത് ഈ വ്യക്തി വലിയൊരു ഹോണസ്റ്റ് ആയിട്ടല്ല നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ഓക്കെ, സോ പല കാര്യങ്ങളും അവർ ഓപ്പൺ ആയിട്ട് മനഃപൂർവ്വം പറയാതിരിക്കുന്നതായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പ്രോബബ്ലി അതൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. ഈ സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കൂടി ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു റീസൺ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ ചില ക്ലാരിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, their feelings. സോ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ചില കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നൊക്കെ ഒരു ഇന്റൻഷൻ വെച്ചിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് പോലെയാണ്. ഓക്കെ, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ല, ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്, ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നില്ല, ആക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കാനുണ്ട് പക്ഷെ സംസാരിക്കില്ല. ഇറ്റ്സ് ലൈക്ക് എ മോർ ട്രീറ്റ്മെന്റ് പോലെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഗ്രോ ചെയ്യാൻ. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം അവര് നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതല്ല. അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം ചില കാര്യങ്ങൾ ഇവിടെ ബാലൻസ്ഡ് അല്ല എന്നുള്ളത്, ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതൊക്കെയാണ് ഇന്റൻഷനലി ആണ് ചില പല കാര്യങ്ങളും ആ വ്യക്തി ഇവിടെ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു അവരുടെ സൈലൻസ് അവരുടെ ഒരു ഡിസ്റ്റൻസ് അവര് ഇമോഷണലി ചില ആളുകൾക്ക് സംഭവിക്കുന്നത് അവരൊട്ടും നിങ്ങളടുത്ത് ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിലും അവരുടെ ഇമോഷൻസ് എന്താന്നുള്ളത് അവർ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറയുന്നേ ഉണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് അവരത് ഒരു സൈഡിൽ വെച്ചിരിക്കുകയാണ്. അവർ കൂടുതൽ കാര്യങ്ങൾ പ്രാക്ടിക്കലി ആണ് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ടു ടീച്ച് എ ലെസൺ. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് ഡിസേർവ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. അവർ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തി ഇന്റൻഷനലി ചെയ്യാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഒരു സ്പേസ് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾ അവരുടെ ആ ഒരു പ്രോസസ്സിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആവുകയല്ല വേണ്ടത്. ഓക്കെ, കാരണം ഈ സമയത്ത് ഈ വ്യക്തി മോർ ലൈക്ക് അവർ ഇന്റൻഷനലി ആണ് പല കാര്യങ്ങളും നിങ്ങളെടുത്ത് ചെയ്യുന്നത്. അങ്ങനെയാണ് അവരുടെ ഒരു ആക്ഷൻ വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ മോർ അബൌട്ട് യുവർ പേഴ്സൺ, their current feelings. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു സ്നേഹത്തിൽ ഒരു ക്ലാഷസ് വന്നിട്ടുണ്ടായിരിക്കണം. ആ ഒരു സ്നേഹം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അവർ സ്നേഹത്തെ ടെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓർ ഈ വ്യക്തി ടെസ്റ്റ് ചെയ്യാണ്. ഓൾറൈറ്റ്, മനഃപൂർവ്വം ചില കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കരുത്, ഒരുപാട് വിഷമിച്ചിട്ടല്ല നിൽക്കേണ്ടത്. ഓക്കെ, ഇപ്പം ചില ആളുകൾക്ക്, വളരെ ചുരുക്കം ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുക, ടു പ്രൂവ് ദെയർ വാല്യൂ, അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് എത്രമാത്രം
ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എന്തെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കാം ഇതുപോലത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഒരു വേറെ റിലേഷൻഷിപ്പ് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ഈ വ്യക്തി മോർ ലൈക്ക് അവരുടെ ഒരു ഇമ്പോർട്ടൻസ്, അവരുടെ ഒരു വാല്യൂ പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അവര് നിങ്ങൾക്ക് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഇറ്റ്സ് ലൈക്ക് മോർ ഒരു ഇന്റൻഷണൽ പേർപ്പസ്, ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു ആക്ഷൻ ഒരുപാട് വിഷമിക്കുകയല്ല വേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ വീണ്ടും സംസാരിക്കും, നിങ്ങൾ വീണ്ടും കോണ്ടാക്ട് ഉണ്ടാവും. നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും സംസാരിക്കും. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഇന്റൻഷനലി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് എത്രമാത്രം മറ്റൊരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ടാവില്ല. ഓൾറൈറ്റ്, അത് നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ റെയർലി നിങ്ങൾ കാരണം ആ വ്യക്തിക്കായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഒരു സൈലൻസ്, ഈ ഒരു കാര്യം. ഓക്കെ, സോ ഞാൻ എന്ത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള പല കാര്യങ്ങളുമാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ്, ഞാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള പല കാര്യങ്ങളും കാണിച്ചു തരിക എന്നുള്ള ഒരു ഇന്റൻഷനിൽ കൂടെയാണ്. ഓക്കെ, സോ അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും അത് കഴിയുന്നതും അത് ബുദ്ധിമുട്ടാവുന്ന രീതിയിലായിരിക്കാം അത് സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ആ വ്യക്തി നിങ്ങളെടുത്ത് ഇതുപോലെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന്റെ ആ ഒരു ലൂപ്പിൽ നിങ്ങൾ കിടന്നു പോവാതിരിക്കാം, നിങ്ങൾ അതിൽ സ്റ്റക്കായിട്ട് നിന്ന് പോവാതിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ഡ്രാമയിൽ കൂടെ നിങ്ങൾ പോവാതിരിക്കുക. സോ ചില കാര്യങ്ങൾ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, സോ ചില ആളുകളുടെ ഒരു മേ ബി ലൈക്ക് ഈ വ്യക്തി നല്ല രീതിയിലായിരിക്കാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, നല്ല ഇന്റൻഷനോട് കൂടിയിട്ടായിരിക്കാം ഡിസ്റ്റൻസ് വെക്കുന്നുണ്ടായിരിക്കാം, മനസ്സിലാക്കിപ്പിക്കുന്നുണ്ടായിരിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള ശരി ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഒരു റീസണും ഇല്ലാതെയാണ് നിങ്ങൾ ഒരുപാട് ഇതുപോലെ സഫർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ അവരുടെ ഒരു റിയാക്ഷൻ, അവരുടെ ഒരു സ്റ്റോറിയിൽ നിങ്ങൾ ഭാഗമായി, ഇങ്ങനത്തെ ഒരു സ്റ്റോറിയിൽ നിങ്ങൾ ഭാഗമായി നിൽക്കാതിരിക്കുക. അതുപോലത്തെ ഒരു മാറ്റം ഉണ്ടാക്കി വെക്കുക. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് പരസ്പരം ഉള്ളൊരു വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ പരസ്പരം ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. പരസ്പരം ചില സമയത്ത് അവർ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ചില രീതിയിലായിരിക്കും കാര്യങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ചില ആളുകൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്, ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യാൻ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ വ്യക്തി വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് ചില കാര്യങ്ങൾ എടുത്തത്, മെച്ചുവേർഡ് ആയിട്ടാണ് ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവർ ഇമോഷണലി അവൈലബിൾ ആവാത്തത്, എക്സ്പ്രസ് ചെയ്യാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, മേ ബി ലൈക്ക് ആ വ്യക്തി നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഹോണസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാത്തത്, ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മിഡിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്ലോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. വേറെ ആളുകളായിരിക്കാം, വേറെ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്കിടയിലുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത്. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.